എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പിടിയും കോഴിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നാളികേരം ജീരകം ഇട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം നല്ലോണം വെട്ടി തിളച്ച് അതിൽ പൊടി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി അത് നമ്മൾ കുഴച്ച് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിത് കുഴയ്ക്കാം. അങ്ങനെ പിടിയുടെ പൊടി നല്ലോണം കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുക്കട്ടെ. അപ്പോൾ പിടിയുടെ പൊടി നല്ലോണം കുഴച്ച് ഇതണ്ട എടുത്തിട്ടുണ്ട്. ജീരകം നാളികേരം ഒക്കെ അരച്ചിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് അതിലാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് പിടി ഓരോന്നോരോന്നും ഉരുട്ടിയെടുക്കാം. കുഞ്ഞ് ഉരുളകളായിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. കുറച്ച് സമയം പിടിക്കും ഉരുട്ടാനായിട്ട്, എല്ലാം ഉരുട്ടി വരുമ്പോൾ. അത് ഇതേപോലെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിടിയും കോഴി. അപ്പോൾ ഇതേപോലെ ഉരുളകളായിട്ട് എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഇത് നമ്മളതെങ്ങനെ ഇതൊക്കെ വയ്ക്കുക, എല്ലാം ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ പിടിയൊക്കെ ഉരുട്ടി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ രണ്ടാം പാലിൽ വേവിക്കും. അത് കഴിഞ്ഞിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ ഒന്നാം പാല് നമ്മൾ ഒഴിക്കും. അങ്ങനെ നമ്മളെല്ലാ പിടിയും ഉരുട്ടിയെടുത്തു. അങ്ങനെ പിടിയൊക്കെ ഉരുട്ടി കഴിഞ്ഞതാണ്. ഇനി നമ്മൾ രണ്ടാം പാല് ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ ഒന്നാം പാൽ എടുത്ത് വെച്ചു. ഇതിപ്പോൾ രണ്ടാം പാലാണ്. രണ്ടാം പാലിൽ നമ്മളിത് വേവിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുകയാണ്. പാൽ ഒഴിക്കുമ്പോൾ ഉപ്പ് രസം നമ്മൾ പിടിയിലാണല്ലോ ഉപ്പുള്ളത്. അപ്പോൾ നമ്മൾ തീ കത്തിച്ചു. ഇതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മളെ പിടി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇളക്കണ്ട, ചുറ്റിച്ചാൽ മതി. നമുക്കതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പിടി രണ്ടാം പാൽ ഒഴിച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു നാളികേരത്തിൻ്റെ ഒന്നാം പാലാണ്, നല്ല കട്ടി പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ചൂടായി വരാൻ വേണ്ടോ, ഒന്ന് ചെറിയൊരു തിള പോലെ. അങ്ങനെ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു ചെറിയ രീതിയിലൊന്ന് തിള വരട്ടെ. അങ്ങനെ നമ്മളെ പിടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിൻ്റെ ഉള്ള ചിക്കൻ കറി കൂട്ടിയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്.